ചിത്രരഥൻ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കനകൻ ഒരുക്കിയ രഹസ്യമാർഗത്തിലൂടെ പാണ്ഡവർ കാട്ടിലെത്തി. അവർ ഗംഗാതീരത്തു കൂടി നടന്നു. നേരം ഇരുണ്ടു തുടങ്ങിയിരുന്നു. അർജുനൻ ഒരു ചൂട്ടുകറ്റ കത്തിച്ച് മുൻപേ നടന്നു. നടന്ന് നേരം പാതിരാവെത്തി. എങ്ങും ഭയാനകമായ നിശബ്ദത. ഗംഗയിലെ ഓളങ്ങൾ നിശ്ചലം. എങ്കിലും ഒരു കടവിൽ ആരോ മുങ്ങി നിവരുന്ന ശബ്ദം. അർജുനൻ ഒന്ന് നിന്നു. ഒപ്പം കുന്തിയും മറ്റു പാണ്ഡവരും. ആരെങ്കിലും ആകട്ടെ, നമുക്ക് നടക്കാം. കുന്തി അർജുനന്റെ മുന്നിലേക്ക് ഉന്തി വിട്ടു. ഈ പാതിരായ്ക്ക് കുളിക്കാൻ ഇറങ്ങിയവൻ വെറും ഒരു സാധാരണക്കാരനാവാൻ വഴിയില്ല. നിങ്ങൾ നിൽക്കൻ, ഞാൻ കടവിലേക്ക് ഇറങ്ങി നോക്കിയിട്ട് വരാം. അർജുനൻ ചൂട്ടുമിന്നിച്ച് കടവിന്റെ പടികൾ ഇറങ്ങി. ആരാണവിടെ? അയ്യോ, മാനക്കേടായി. അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. അപ്പോഴാണ് അർജുനന് കാര്യം മനസ്സിലായത്. കുളിക്കടവിൽ ഒരാളല്ല, 2 പേരുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷനും. സ്ത്രീ സുന്ദരിയാണ്. അവൾ മാറിടം പൊത്തി പുരുഷന്റെ പിന്നിലേക്ക് ഒതുങ്ങവേ അർജുനൻ ശബ്ദമുയർത്തി ചോദിച്ചു, ആരാണെന്ന് ചോദിച്ചത് കേട്ടില്ലേ? അത് ചോദിക്കാൻ നീ ആര്? അർജുനന് മറുപടി കിട്ടി. ധിക്കാരി, നിന്നെ കൊണ്ട് ഞാൻ പറയിക്കാം. എന്നാൽ നീ അറിഞ്ഞോ, ഞാൻ ചിത്രരഥൻ. ഇവളെന്റെ ഭാര്യ കുംഭീനസി. കാനന പ്രദേശവും ഗംഗാതടവും അങ്കാരവർണം എന്ന പേരിൽ എനിക്ക് സ്വന്തമാകിയാൽ അങ്കാരവർണ്ണൻ എന്നും വേണമെങ്കിൽ വിളിക്കാം. ഒരു ഗന്ധർവനായ എനിക്ക് ഈ ഗന്ധർവയാമത്തിൽ എന്റെ കുളിക്കടവിൽ ഭാര്യയോടൊപ്പം കുളിക്കാൻ പാടില്ലെന്ന് പറയാനാണ് നിന്റെ ഭാവമെങ്കിൽ കേട്ടോ. ഈ പാതിരായ്ക്ക് ഇതുവഴി വരാൻ നിനക്ക് ആരധികാരം തന്നു? മനുഷ്യർക്ക് നടക്കാനുള്ള സമയമല്ലിത്. കരയിൽ നിന്നിരുന്ന മറ്റു പാണ്ഡവരും കുന്തിയും അപ്പോഴാണ് ചിത്രരഥന്റെ കണ്ണിൽപ്പെട്ടത്. ഓ, നീ മാത്രമല്ല, ഒരു സംഘം തന്നെ പുറപ്പെട്ടിട്ടുണ്ടല്ലോ. ആദ്യം നിനക്കുള്ള ശിക്ഷ കയ്യോടെ തന്നേക്കാം. ചിത്രരഥൻ കരയ്ക്ക് കയറി ആ ഗന്ധർവന്റെ മായാജാലത്താൽ പാതിര പകലായി. കാലാൾപ്പടയും രഥങ്ങളും അശ്വസേനയും നദീമുഖത്ത് അണിനിരന്നു. ഹേ ഗന്ധർവ, ഈ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. മനുഷ്യർക്ക് എപ്പോഴും എവിടെയും സഞ്ചരിക്കാൻ അവകാശമുണ്ട്. അർജുനൻ ആവനാഴിയിൽ നിന്ന് ഒരമ്പു വില്ലിൽ കോർത്ത് വലിച്ചു വിട്ടു. ഇപ്പോൾ അവിടെ കാലാളുമില്ല, കുതിരയുമില്ല, രഥവുമില്ല. എല്ലാം ഗംഗയുടെ കയത്തിൽ മുങ്ങിക്കഴിഞ്ഞു. ധിക്കാരി, അത്രയ്ക്കായോ? ചിത്രരഥൻ അർജുനന്റെ അടുത്തേക്ക് പാഞ്ഞു. അർജുനന്റെ ഒരു പാശബാണം ചിത്രരഥനെ ബന്ധിച്ചു താഴെയിട്ടു. ബന്ധനസ്ഥനായ ചിത്രരഥനെ അർജുനൻ യുധിഷ്ഠിരന്റെ മുന്നിലേക്ക് വലിച്ചിഴച്ച് തള്ളി. കുംഭീനസി കുന്തിദേവിയുടെ മുൻപിൽ കുനിഞ്ഞു നിന്ന് കരഞ്ഞു. പിന്നെ യുധിഷ്ഠിരന്റെ കാൽക്കൽ നമസ്കരിച്ചു. എന്റെ ഭർത്താവിനെ കൊല്ലരുതേ. യുധിഷ്ഠിരൻ പറഞ്ഞതനുസരിച്ച് അർജുനൻ ചിത്രരഥന്റെ കെട്ടഴിച്ചു വിട്ടു. ജീവൻ തിരിച്ചു കിട്ടിയ ചിത്രരഥൻ സന്തുഷ്ടനായി പാണ്ഡവരെ സൽക്കരിച്ച് തൃപ്തരാക്കി. അർജുനന് നിരവധി മായാവിദ്യകൾ ഉപദേശിച്ചു കൊടുത്തു. ത്രിലോകങ്ങളും നിമിഷങ്ങൾക്കകം കൺമുൻപിൽ തെളിഞ്ഞു കാണുന്ന ചാക്ഷുഷി മന്ത്രം ചിത്രരഥൻ അർജുനന് കൈമാറി. കൂടാതെ 1000 മായാശ്വങ്ങളും അതിനു പകരമായി അർജുനൻ ചിത്രരഥന് അഗ്നിശാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു. എന്നും മിത്രങ്ങളായിരിക്കുമെന്ന് അവർ പ്രതിജ്ഞയും ചെയ്തു. രഥങ്ങളൊക്കെ അർജുനൻ നശിപ്പിക്കയാൽ ചിത്രരഥൻ പിന്നീട് ഭഗ്നരഥൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പാണ്ഡവരുടെ ധർമ്മോപദേശാഷ്ടാവായി ധൗമ്യമുനിയെ പരിചയപ്പെടുത്തിയതും ചിത്രരഥൻ തന്നെയാണ്.